T20 ആയാലും, വൺ ഡേ ആയാലും, ടെസ്റ്റ് ആയാലും അതിനൊക്കെ ഓരോ പ്രത്യേകത ഉണ്ട്. ആ പിച്ച് നിർമ്മിക്കുന്നതിന്. അത് ഓരോന്നിനും എങ്ങനെയൊക്കെയാണ് ആ പിച്ച് നിർമ്മിക്കുന്നത്? ആദ്യം ഞാൻ ടെസ്റ്റിൻ്റെ കാര്യം. ടെസ്റ്റിന് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് മോയ്സ്ചർ, കുറച്ച് ഗ്രാസ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ മോയ്സ്ചർ കുറച്ച് കൂടുതലായിരിക്കും. അതായത് മൾട്ടി പർപ്പസ് മൾട്ടി ഡേ ആണ് സംഭവം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതൊന്ന് റിസൾട്ട് വരണം. റിസൾട്ട് വരുമ്പോൾ ആദ്യം ബൗളർക്ക് കുറച്ച് ഹെൽപ്പ് കിട്ടണം. ഫാസ്റ്റ് ബൗളർക്ക് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ലഞ്ച് വരെ ഒരു ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിൻ്റെ ഒരു 3-4 വിക്കറ്റെങ്കിലും പോകണം. 3-4 വിക്കറ്റെങ്കിലും പോയാലേ ആ മാച്ചിൽ റിസൾട്ട് വരുള്ളൂ. ഇപ്പോൾ ടെസ്റ്റ് മാച്ചിന് ഇപ്പോൾ രണ്ട് ടീം 500 അടിച്ച് ഇപ്പോൾ 1000-1500 റൺ അടിച്ചിട്ട് കാര്യമില്ല. ഫൈറ്റ് വേണം. ഫൈറ്റ് വേണമെങ്കിൽ എന്ത് വേണം? ബാറ്റ്സ്മാന് കുറച്ച് പാടായിരിക്കണം കളിക്കാൻ. ബൗളർക്ക് കുറച്ച് ഡോമിനേഷൻ വേണം. എങ്കിലേ അല്ലാതെ ബാറ്റ്സ്മാന്മാർ 200-250 റൺ അടിച്ചിട്ട് അവസാനം സമനിലയിലായി കൈ കൊടുത്ത് പിരിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതില്ല. ഇപ്പോൾ കണ്ടില്ലേ ഇംഗ്ലണ്ടിലെ കിടക്കുന്ന അത് അവരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ച് നല്ല ഫാസ്റ്റ് വിക്കറ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് കളി കണ്ടില്ലേ? അവർ സ്റ്റാർക്കും കുമിൻസൊക്കെ എറിയണ്ടതാവും, തൊടാൻ പറ്റിയില്ല. ആ പിങ്ക് ബോളിലും കൂടെ ആകുമ്പം മറ്റവർ ഹോം ആയതുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്ത് കളിച്ച് അവർ ജയിച്ചു. അപ്പോൾ അങ്ങനത്തെ വിക്കറ്റുകൾ നല്ല ഫാസ്റ്റ് വിക്കറ്റ് എന്ന് വെച്ചാൽ അവിടുത്തെ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നല്ല വെയിലും ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ മാറുന്നത് കൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു സെഷനിൽ 1-2 സെഷൻ മാത്രമേ, ഇപ്പോൾ ആദ്യത്തെ രാവിലത്തെ സെഷനിലും രാവിലത്തെ സെഷൻ മാത്രമേ കുറച്ച് ബോളൊക്കെ ഫാസ്റ്റ് ബോളർക്ക് കുറച്ച് പിന്നീട് കിട്ടും. എങ്കിലും ആ ആദ്യത്തെ ഒരു എഫക്റ്റ് പാടായിരുന്നു. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ബാറ്റിലോട്ട് ബോൾ വരും. അപ്പോൾ ബാറ്റ്സ്മാനെ കളിക്കാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ ബോൾ മൂവ് ചെയ്യും, സ്കിഡ് ചെയ്യും, അപ്പോൾ എഡ്ജ് അടിക്കും, ബാറ്റ്സ്മാൻ ഔട്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ന്യൂ ബോളിൽ അപ്പോൾ അങ്ങനെയുള്ള വിക്കറ്റുകളാണ്. അതായത് കുറച്ച് ബോളിൻ്റെ കുറച്ച് മോയ്സ്ചർ കൊടുക്കുമ്പോഴേ ബോൾ തെന്നി മാറുള്ളൂ. മോയ്സ്ചറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ഗ്രാസൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കുമ്പോൾ ബോൾ കുറച്ച് കളിക്കാനായിട്ട് അണ്ണീവനായിരിക്കും, പാടായിരിക്കും. അപ്പോൾ അത് ടെസ്റ്റ് മാച്ച്. അപ്പോൾ ലാസ്റ്റ് ദിവസം ആകുമ്പോൾ വിക്കറ്റ് അതിൽ പിന്നെ വേറെ പ്രിപ്പയർ ചെയ്യുന്നില്ല. പ്രിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളിങ് അല്ല, ബാക്കി ഈ ഹോളൊക്കെ വരുമല്ലോ, ഈ സ്പൈക്ക് കൊണ്ട് ഹോളും അങ്ങനെയൊക്കെ, അതൊന്നും അടക്കി അങ്ങനെയുള്ളതൊന്നുമില്ല. അത് വെച്ച് അപ്പോൾ അതിൽ തട്ടി 3-4 ദിവസം ആകുമ്പോൾ ബോൾ തിരിയും. അപ്പോൾ സ്പിന്നർക്ക് ഹെൽപ്പാവും. അതിൽ കളിക്കാനായിട്ട് കഴിവുള്ളവൻ അതിൽ കളിക്കും, ഇല്ലാത്തവൻ ചട്ടിയിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൽ വരുന്നത്. അതാണ് ദ്രാവിഡ്, പൂജാര, ഇപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അങ്ങനെയുള്ള ബാച്ചുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം 2020 കളിക്കുന്നവന്മാരുള്ള ആ ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴ് ടെസ്റ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. അവിടെ നിന്ന് ആഫ്രിക്കയും ആസ്ട്രേലിയയൊക്കെ വന്ന് ഇന്ത്യനെ ഇവിടെ വന്ന്, അല്ലെങ്കിൽ പണ്ട് ചിന്തിക്കാൻ പറ്റുക, എത്ര കിടിലൻ ടീമായിരുന്നാലും ഇവിടെ വന്ന് ഹോം ടീമിനെ തോൽപ്പിക്കാൻ പറ്റുമോ? ദ്രാവിഡും ലക്ഷ്മണനും ഗാംഗുലിയും സച്ചിനും ഒക്കെ ഉള്ള സമയത്ത് ഏതെങ്കിലും ഒരു ടീമിന് ഇവിടെ വന്ന് റെയറാണ് സംഭവം. ഇവിടെ വന്ന് തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് ഇപ്പം എന്താണ് ഇവിടെ വന്ന് എല്ലാം അടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അത് ആ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടാണ്. അതാണ് ടെസ്റ്റ് മാച്ചിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റാണ്. സാഹിബ് അറിഞ്ഞിട്ട പേരാണ് ടെസ്റ്റ് എന്ന് വെച്ചാൽ. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ടെസ്റ്റ് എന്താണ്? പരീക്ഷണം. അത് ആരെയൊക്കെ പരീക്ഷണം എന്ന് വെച്ചാൽ അത് ബാറ്റ്സ്മാനെ പരീക്ഷണം, ബൗളർക്ക് പരീക്ഷണം, അമ്പയർക്ക് പരീക്ഷണം, പിച്ചുണ്ടാകുന്ന ക്യൂറേറ്റിന് പരീക്ഷണം, എല്ലാവർക്കും ഒരു ടെസ്റ്റാണത്. എല്ലാവർക്കും ആ ലാസ്റ്റ് തന്നെ റിസൾട്ട് വരുന്നതാണ് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അതാണ് ടെസ്റ്റ് എന്ന് സാഹിബിട്ട്. അപ്പോൾ അതാണ് ടെസ്റ്റ് വിക്കറ്റ് എന്ന് പറയുന്നത്. കുറച്ച് കടുപ്പമാണ് കളിക്കാൻ. ബോളർക്കും ബാറ്റ്സ്മാനും ഒരേ കണക്ക് ഹെൽപ്പ് കിട്ടത്തക്ക രീതി. ചിലപ്പോൾ ചില കളികളൊക്കെ മാറാറുണ്ട്. അത് ആ വിക്കറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിസൾട്ട് വരത്തക്ക രീതിയിലുള്ള ബാറ്റ്സ്മാന് മാത്രം. ഇപ്പോൾ കണ്ടില്ലേ, വിരാട് കോഹ്ലി ആര് ബാറ്റ് ചെയ്തിരുന്നാലും ഔട്ടാവണം എന്നുള്ള രീതിയിലുള്ള എങ്കിലേ വിലയുള്ളൂ. അങ്ങനത്തെ വിക്കറ്റാണ് ടെസ്റ്റിന് ഇടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഉണ്ടെന്ന്. ഇപ്പോൾ ഇതിൽ ടെസ്റ്റിൽ തന്നെ 5 ഡേ ഉണ്ട്, 4 ഡേ ഉണ്ട്, 3 ഡേ ഉണ്ട്, 2 ഡേ ഉണ്ട്. ഇതിലൊക്കെ ഈ അതിൻ്റെ ആ ഒരു ഡേയ്സിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഇതാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വരും. ഇപ്പോൾ 3 ഫോർമാറ്റ്: ടെസ്റ്റ്, T20. എന്ന് പറയുമ്പോൾ കുറച്ച് ബാറ്റ്സ്മാന് ഫേവർ ആയിരിക്കും, പക്ഷേ അത്ര ഒരു ഫേവറിസം വരില്ല. എന്നുവെച്ചാൽ കുറച്ച് ബോൾ അനങ്ങണം. 50 ഓവർ മാച്ചല്ലേ, അതിൽ നല്ല രീതിയിൽ പേഷ്യൻസോടുകൂടി നിന്ന് കളിക്കുന്നവന് നന്നായിട്ട് കളിക്കാം, അടിക്കുന്നവനും കളിക്കും. പക്ഷേ ബോൾ വാച്ച് ചെയ്ത് നല്ല രീതിയിൽ കളിക്കണം. എന്ന് റണ്ണ് വരണമല്ലോ. ടെസ്റ്റിൽ ആ പ്രശ്നമില്ല. അപ്പോൾ അതിന് ബാറ്റ്സ്മാൻ ഒരു 60-70% ഫേവർ ചെയ്തായിരിക്കും ആ വിക്കറ്റ് ഇടുന്നത്. ഇപ്പോൾ T20 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ചേഞ്ച് ആവും. ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റായിട്ട് T20 മാറും. T20 എന്ന് പറഞ്ഞാൽ
നല്ല പാട്ട വിക്കറ്റ്, നല്ല റോൾ ചെയ്ത് ഹാർഡായി ബൗളർക്ക് ഒരു ഹെൽപ്പും സ്പിന്നർക്ക് ഒരു കാരണവശാലും തിരിയാൻ പാടില്ല. പിന്നെ 20-40 ഓവർ കളിയാണ്, അതിൽ ഒരു ബോൾ പോലും സ്പിന്നർക്ക് തിരിയാൻ പാടില്ല. സ്പിന്നർ എറിഞ്ഞാൽ നേരെ ബാറ്റ്സ്മാൻ്റെ ബാറ്റ് വരണം, എങ്കിലേ ബാറ്റ്സ്മാനെ കളിക്കാൻ പറ്റുള്ളൂ. അതുപോലെ പാസ് ബോൾ എറിയുമ്പോഴും നേരെ ബാറ്റിൽ വരണം, നല്ല കറക്റ്റ് ബൗൺസായിട്ട് അവന് അടിക്കാൻ പറ്റണം. ഓവർ ഏറ്റവും സ്പിഡ് ചെയ്യുക അങ്ങനെയുള്ള ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് ഇതാണ് 2020 എന്ന് പറയുന്നത്. 20-40 ഓവർ കളിച്ചാലേ ഓരോ ബോളും വിലപ്പെട്ടതാണ്. 40 ഓവർ കളിച്ചാലേ 40 ഓവർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സിനിമ കാണും പോലെയാണ് അല്ലേ? നല്ല ഒരു സസ്പെൻസ് ആയിട്ടുള്ള നമ്മൾ സിനിമ കാണും പോലെയാണ്. എന്ന് വെച്ചാൽ കഥ അറിഞ്ഞുകൂടാതിരുന്ന് 40ാമത്തെ ഓവറിൻ്റെ ലാസ്റ്റ് ബോൾ വരെ ചില കളികളിൽ ചിലപ്പോൾ സൂപ്പർ ഓവറും പോവും. 40ാമത്തെ ഓവറിൻ്റെ ലാസ്റ്റ് ബോൾ വരെ നല്ല ഒരു സിനിമ കാണും പോലെയാണ്. ആര് ജയിക്കും, ആര് തോക്കും, എവിടെ എന്ത് സംഭവിക്കും. അതാണ് ഇതിൻ്റെ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു, ഇത്രയും സമയം മെനക്കെട്ടിരുന്ന ആളുടെ കളി കണ്ട് നമ്മളെ സമയമൊക്കെ പോകണമെങ്കിലും ഇത്രയും ക്രിക്കറ്റിന് ഒരു ഡൗണും വരാത്ത കേസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.